നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്താണ്? ജയിലിൽ തന്നെ തുടരുമോ അതോ ഇന്ന് പുറത്തിറങ്ങുമോ? അതോ വാദിഭാഗത്തിന്റെ വക്കാല് കേട്ടിട്ട് വാദിഭാഗത്തിന്റെ തെളിവുകൾ നിരത്തിയതിന് അനുസരിച്ച് അവർക്ക് അനുകൂലമായാണ് കേസെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ചെല്ലാനുള്ള സാധ്യതയുമുണ്ട് രാഹുൽ. എന്തായാലും അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ നേരിട്ടിറങ്ങിയാണ് കഴിഞ്ഞ ദിവസം വാദമുറകൾ മുന്നോട്ട് വെച്ചത്. എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധിയെന്ന് ആദ്യം കോടതി കൂടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം 2 മണിക്കൂറാണ് ഇന്നലെ നീണ്ടു നിന്നത് ഈ വാദപ്രതിവാദങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആദ്യ കേസ് എന്ന നിലയിൽ തന്നെ ഈ കേസിന്റെ വിധി പറയാനാണ് സാധ്യത. എന്തായാലും കാത്തിരിക്കേണ്ടി വരും. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. 2 മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഇന്നലെ നടത്തിയത്. 3-ാം കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നടപടികൾ പുരോഗമിക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. MLA-ക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നും SIT വാദിച്ചു. പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. എല്ലാ പരസ്പര സമ്മതത്തോടെ എന്ന വാദിച്ചാണ് പ്രതിഭാഗം മുന്നോട്ട് പോയത്. അതിനെ സാധൂകരിക്കുന്ന 4ഓളം വോയിസ് മെസ്സേജുകളും കോടതിയെ കേൾപ്പിച്ചിരുന്നു. ചട്ടവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി നിലവിൽ നിരവധി പരാതികളും കോടതിയുടെ മേൽ വെച്ചിരുന്നു. എന്തായാലും വാദങ്ങൾക്കും കൃത്യമായി മറുപടി ഉണ്ടായിരുന്നു. എല്ലാ മറുപടികളും ഡിജിറ്റൽ തെളിവുകളും അടക്കമുള്ളവയായിരുന്നു. എന്തായാലും കോടതിയിലേക്ക് എംബസി വഴിയും രഹസ്യ വിവരം മൊഴി നൽകാൻ തയ്യാറാണ് പരാതിക്കാരി എന്ന നീക്കവും ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് എപ്പോഴാണോ പരാതിക്കാരി നാട്ടിലെത്തുന്നത് ആ നിമിഷം തന്നെ ഈ മൊഴി എടുക്കുമെന്നും പോലീസ് പറയുകയുണ്ടായിരുന്നു. അതേസമയം 3-ാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായകമായ പ്രോസിക്യൂഷൻ നീക്കം തന്നെയാണ് നടക്കുന്നത്. ഇന്ന് രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ നടന്ന വാദത്തിനിടെ അതിജീവിതയുടെ മൊഴിയെടുത്തതിന്റെ വീഡിയോ CCTV-യിലാക്കി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതം ഡിജിറ്റൽ തെളിവായിട്ടാണ് ഈ ദൃശ്യങ്ങൾ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. കേസിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് അന്വേഷണ സംഘം നിർണായകമായ ഈ നടപടി സ്വീകരിച്ചത്. പരാതിക്കാരി വിദേശത്തായതിനാൽ ഓൺലൈൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴിയായിരുന്നു പോലീസ് നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായിരുന്നു. അത് നിർണായക തെളിവായി മാറിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവായി സംരക്ഷിക്കണമെന്നും ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. രാഹുലിനെതിരായ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിന് മുൻപ് മൊഴി രേഖപ്പെടുത്തിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴി ആയിരുന്നു. അന്വേഷണ സംഘ മേധാവി G പൂങ്കുഴലി IPS നേതൃത്വത്തിലായിരുന്നു ഇത്. അതേസമയം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിജീവിത അപേക്ഷയും നൽകിയിട്ടുണ്ട്. നിലവിൽ വിദേശത്താണ് താൻ ഉള്ളതെന്നും നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിനാൽ കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി ഓൺലൈനായി തന്നെ രേഖപ്പെടുത്തണമെന്നുമാണ് അതിജീവിതയുടെ ആവശ്യം. കേസിൽ 164 പ്രകാരമുള്ള രഹസ്യമൊഴി നൽകാൻ താൻ തയ്യാറാണെന്ന് അതിജീവിത കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ നാട്ടിലെത്താൻ അസൗകര്യമുള്ളതിനാൽ എംബസി മുഖേനയോ ഓൺലൈൻ സംവിധാനം വഴിയോ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുവദിക്കണമെന്ന അപേക്ഷയും അവർ സമർപ്പിച്ചു. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുമായി ആലോചിച്ച ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് കോടതി അന്തിമ തീരുമാനം എടുക്കുക. അറസ്റ്റ് നടപടികളിലെ നിയമപരമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം ജാമ്യത്തിനായി ശക്തമായി വാദിച്ചെങ്കിലും അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാൻ രാഹുൽ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടപടികൾ പൂർത്തിയാക്കേണ്ടി വന്ന സാഹചര്യവും പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു. ബലാത്സംഗം, ഗർഭഛിദ്രം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ഗുരുതരമായ വകുപ്പുകൾ നിലനിൽക്കുന്ന കേസിൽ അതിജീവിതയുടെ മൊഴി ഡിജിറ്റൽ തെളിവായി ഹാജരാക്കിയത് കേസ് നടപടികളിൽ സ്വാധീനം ചെലുത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ശനിയാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ കോടതി വിധി പറയുക. പത്തനംതിട്ട സ്വദേശിയും വിവാഹിതയുമായ യുവതിയുടെ ലൈംഗിക ചൂഷണ പരാതിയിലാണ് നിലവിൽ രാഹുൽ റിമാൻഡിൽ കഴിയുന്നത്. ഡിജിറ്റൽ തെളിവുകൾ കുരുക്കാകുമോ എന്നും നിലവിലെ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുക എന്നതാണ് കേസിൽ അതീവ നിർണായകമായത്. ഭാരതീയ ന്യായ സംഹിതയിലെയും തെളിവ് നിയമത്തിലെയും പുതിയ മാറ്റങ്ങൾ പ്രകാരം ഇലക്ട്രോണിക് തെളിവുകൾക്ക് കോടതി നടപടികളിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും പരാതിക്കാരി വിദേശത്തായിരിക്കുകയും നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ അസൗകര്യം നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്തിയ മൊഴി കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കാര്യമായി ബാധിക്കും. 65B സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക രേഖകൾ ഹാജരാക്കിയതിലൂടെ ഈ തെളിവുകൾക്ക് നിയമപരമായ സാധുത നൽകാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്.
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണെന്ന് പോലീസ് കോടതിയെയും അറിയിച്ചു. പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയും വിശദമായ അന്വേഷണ പരിധിയിലുണ്ട്. ഇവ വീണ്ടെടുക്കുന്നതിനായി രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ. രാഷ്ട്രീയ ആരോപണങ്ങളും ആശങ്കകളും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് പഴയ കേസുകൾ കുത്തിപ്പൊക്കിയതെന്ന വാദമാണ് പ്രതിഭാഗം പ്രധാനമായും ഉയർത്തുന്നത്. എന്നാൽ ജാമ്യം ലഭിച്ചാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനാണോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിജീവിതയുടെ രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം കീഴ്വഴക്കമാകും. സാധാരണഗതിയിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ നേരിട്ട് ഹാജരായാണ് 164 പ്രകാരമുള്ള മൊഴി നൽകേണ്ടത്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദേശത്തിരുന്ന് മൊഴി നൽകാൻ അനുമതി ലഭിച്ചാൽ അത് സമാനമായ മറ്റ് കേസുകളിലും നിർണായകമാകും. എംബസി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയും കോടതി പരിഗണിച്ചേക്കാം. കേസിൽ ഉൾപ്പെട്ട ഗർഭഛിദ്രം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തമായ മെഡിക്കൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന് വെല്ലുവിളിയാണ്. പഴയ സംഭവമായതിനാൽ ഡിജിറ്റൽ തെളിവുകളെന്നും സാക്ഷിമൊഴികളെയുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. 11 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വിധി പുറത്തുവരും. അങ്ങനെ വിധി പുറത്തു വരുമ്പോൾ നിർണായക നീക്കങ്ങൾ രാഹുൽ എന്തൊക്കെ എടുക്കുമെന്ന് കാത്തിരുന്നു കാണാം.